നമസ്കാരം. തെക്ക് വടക്കിലേക്ക് സ്വാഗതം. വടക്ക് നിന്ന് ഞാൻ വി കെ ചെറിയാനും, തെക്ക് നിന്ന് അശോക് കർത്തായും എന്ന അശോക്. ഞങ്ങൾ എന്താണ് ഈ സംഭാഷണങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ഒരിക്കൽ കൂടി പറയാം. ഞങ്ങൾ രണ്ടും ഒരേ നാട്ടുകാരാണ്, നാട്ടുകാരക്കാർ. പക്ഷേ ഞാൻ 44 വർഷമായിട്ട് ജന്മനാട്ടിൽ നിന്ന് വെളിയിലാണ്, ഡൽഹിയിലാണ്. മാധ്യമ മേഖലയിലും ഡിജിറ്റൽ മേഖലയിലും വർക്ക് ചെയ്യുന്നു. അശോക് നാട്ടിൽ തന്നെയായിരുന്നു, ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്ത് നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഒക്കെ ആയി കഴിയുന്നു. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ്. കാര്യം അദ്ദേഹം വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സംഭാഷണം തെക്ക് നിന്നുള്ള അശോകിൻ്റെയും വടക്ക് നിന്ന്, പക്ഷേ തെക്ക് നിന്ന് ഉദ്ഭവിച്ച് വടക്ക് നിൽക്കുന്ന എൻ്റെയും മാനസിക, സാമൂഹ്യ, രാഷ്ട്രീയ ചിന്തകളുടെ ഒരു പ്രതിഫലനമായി മാറുന്നു. അങ്ങനെ മാറണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഞങ്ങൾ എടുക്കുന്ന വിഷയം മലയാളിക്ക് ഒരു ദേശീയത ഉണ്ടെങ്കിൽ എന്താണ് എന്നുള്ളതാണ്. അത് അങ്ങനെ ചോദിക്കാൻ കാരണം ഇലക്ഷൻ്റെ രാഷ്ട്രീയപരമായ ഉള്ളൊരു ചോദ്യം കൂടെയാണല്ലോ ഇത്. പക്ഷെ ഇത് ഇങ്ങനെ ചോദിക്കാൻ കാരണം എനിക്ക് തോന്നിയത് 77 എമർജൻസി അവസാനിപ്പിച്ച ആ ഇലക്ഷനിൽ മലയാളി എമർജൻസിക്ക് വേണ്ടി വോട്ട് ചെയ്ത ഒരു ചരിത്രമുണ്ട്. അന്ന് ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എഴുത്തുകാരൻ സക്രിയ അന്ന് ഡൽഹിയിലുണ്ട്. അദ്ദേഹം കലാകൗമുദി തുടങ്ങിയ സമയമാണ്. അതിലൊരു ലേഖനം എഴുതി. അതിൻ്റെ ഒരു സാരാംശം ഇതായിരുന്നു: മലയാളി ഒരു കൂപമണ്ടൂകമാണോ? കേരളത്തിൽ അല്ലാതെ ഇന്ത്യയിൽ പോലും നടക്കുന്ന സംഗതികൾ പഠിച്ച് അതിന് തക്കതായ ഒരു അന്നും സാക്ഷരത, നമ്മൾ കേരളം മുന്നിലാണ്. സാക്ഷരതായ ഒരു ജനസമൂഹം എടുക്കേണ്ട ഒരു സമീപനമാണോ മലയാളി എടുത്തത് എന്നൊരു ചോദ്യം സക്രിയ ഉന്നയിക്കുകയുണ്ടായി. അത് വളരെ അന്നത്തെ യുവാക്കൾ ഞങ്ങളൊക്കെ ഭയങ്കരമായി ചർച്ച ചെയ്ത ഒരു ലേഖനമായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ മാതൃഭൂമിയിലെ മാധവൻകുട്ടിയും മനോരമയിലെ TVR ഷേണായും എമർജൻസിയുടെ ഉപയോഗത്തെ കുറിച്ച് ഒരു സീരീസ് കലാകൗമുദിയിൽ എഴുതുകയുണ്ടായി. അതോടുകൂടി സക്രിയ പറഞ്ഞത് ഒരു വാസ്തവമാണെന്നും മലയാളിക്ക് തെറ്റിപ്പോയി എന്ന്, ആ ഇലക്ഷനിൽ തെറ്റിപ്പോയി എന്നും ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. അപ്പൊ അതുപോലെ തന്നെ പിന്നെയും 2004 എല്ലാവരും പറഞ്ഞ ഇടതുപക്ഷത്തിന് വേണ്ടി കേരളം വോട്ട് ചെയ്തു എന്ന് പറയുമെങ്കിലും അന്ന് കോൺഗ്രസിന്റെ ഒരു അധികാരത്തിലേക്ക് വരുന്ന ഒരു ദേശീയതയായിരുന്നു. കഴിഞ്ഞ ഇലക്ഷൻ 2019 മലയാളി വിചാരിച്ചു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. ഡൽഹിയിൽ നിൽക്കുന്ന ഞങ്ങൾക്കൊക്കെ അറിയായിരുന്നു, അത് വളരെ സ്ലിം ചാൻസ് ആയിരുന്നു രാഹുൽ ഗാന്ധിക്ക് 2019 ഇലക്ഷനിൽ. അപ്പം നമ്മൾ എവിടെ നിൽക്കുന്നു ദേശീയതയിൽ? നമ്മൾ ദേശത്തിന്റെ മൂഡിനെ അല്ലെങ്കിൽ അവസ്ഥയെ മനസ്സിലാക്കുന്നതിൽ സാക്ഷരത വെച്ചും പഠനങ്ങൾ വെച്ചും മലയാളിക്ക് കഴിയാതെ പോകുന്നു എന്നൊരു സംശയം ഇവിടെ ഉണ്ടാക്കുന്നു. അശോകന് എന്ത് തോന്നുന്നു? അവിടെ നിന്ന് നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഈ ഇത്തരം ചില നമ്മളെ എത്ര സാക്ഷരത ഉണ്ടെങ്കിലും ഇൻസൈറ്റുകൾ അതല്ലെങ്കിൽ ഉൾക്കാഴ്ചകളാണ് മനുഷ്യനെ ശരിയാമെന്നുള്ള ഒരു അവബോധത്തിലേക്ക് എത്തിക്കുന്നതെന്നാണ് എല്ലാവരും പൊതു മതം എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അശോക്, ഈ സംഭവങ്ങളെ കുറിച്ച്, മലയാളിയുടെ ദേശീയതയെക്കുറിച്ച് അശോകിന് എന്താണ് അഭിപ്രായം? ചെറിയച്ചൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് അക്കാദമിക് വിദ്യാഭ്യാസം വിവേകം ഉണ്ടാകുന്നതിനൊരു കാരണമല്ല. വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിവരം ഉണ്ടാകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ മലയാളിക്ക് ദേശീയതയുണ്ടെന്ന് ആരാണ് പറഞ്ഞത്?
നമ്മുടെ ഓണാട്ടുകരയില് ഉള്ള ഒരു ചൊല്ലി ഞാൻ ഇപ്പൊ പറയാം. അഴവുള്ളവനെ കാണുമ്പോ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമാണ് മലയാളിക്ക് കൂടുതലായിട്ടുള്ളത്. അല്ലാതെ ശരിക്കാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ലാതെ മലയാളിക്ക് എന്ത് ദേശീയത? അത് പോകട്ടെ, ദേശീയത പോകട്ടെ, പ്രാദേശികതയുണ്ടോ? തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടില് പോവുകയാണെങ്കിൽ തമിഴ് അവരുടെ വികാരമാണ്. മലയാളിക്ക് മലയാള ഭാഷ ഒരു വികാരമാണോ? ജനിച്ചു വീഴുമ്പോ തൊട്ട് തന്നെ കുഞ്ഞുങ്ങളെ അമ്മ എന്ന് വിളിച്ച് പഠിപ്പിക്കാൻ തയ്യാറാത്ത ജനമുള്ള ഈ നാട്ടില് ദേശീയത വേണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ മലയാളിക്ക് സ്വന്തമായിട്ട് ദേശീയത ഉണ്ടാകുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? സ്വന്തമായിട്ടൊരു വസ്ത്രധാരണ രീതിയോ ഭക്ഷണമോ കലയോ പാട്ടോ സംഗീതമോ പിന്നെ അങ്ങനെ എന്തെങ്കിലും സ്വന്തമായിട്ട് മലയാളിക്കുണ്ടെന്ന് പറയാവുന്ന എന്തുണ്ട്? നമ്മൾ ഏതാണ്ട് വലിയ സംഭവമാണ് മലയാളി, നമ്മളെന്ന് പറയുന്ന മലയാളി ഏതാണ്ട് വലിയ സംഭവമാണെന്ന് സ്വയം പറയുന്ന ഒരു പൊങ്ങച്ചമല്ലാതെ മലയാളിക്ക് പല കാര്യങ്ങളും മറ്റ് സംസ്ഥാനക്കാരെ അപേക്ഷിച്ച് ഇല്ല. അതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിലെ ആഘോഷങ്ങളിൽ പോലും മലയാളി വളരെ റിസർവ്ഡ് ആണ്. ഓണവും വിഷുവും വന്നാൽ പോലും അതിൻ്റെ അകത്ത് എന്തൊക്കെയോ എലമെന്റുകൾ അങ്ങ് വിശകലനമാണ്. വിശകലനം ചെയ്തിട്ട് ഇത് ആഘോഷിക്കുന്ന കാര്യം വിട്ടിട്ട് വിശകലനം ചെയ്ത് നമ്മളെന്തോ സംഭവമാണെന്ന് സ്ഥാപിക്കുന്ന ഒരു പരിപാടിയാണ് മലയാളികളുടെ ഇടയിലുള്ളത്. ഈ മലയാളിക്ക് എങ്ങനെ ദേശീയത ഉണ്ടാകും? തിരേച്ച പറഞ്ഞ 1977 ഇലക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഒരു അടിസ്ഥാന വിവരം പറയാം. മലയാളിക്ക് ആകെപ്പാടെ പറയാൻ പറ്റുന്ന ഒരു ഗുണം എന്നല്ല, ആകെപ്പാടെ ഉള്ളത് കക്ഷി രാഷ്ട്രീയത്തോടുള്ള ബന്ധനമാണ്. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും മുസ്ലിം ലീഗ് ആയാലും SDP ആയാലും ഏതെങ്കിലും പ്രായത്തിൽ അതിലേക്കങ്ങ് എത്തിപ്പെടും. പിന്നീട് അവരുടെ തൊമ്മിയായിട്ട്, സക്രിയ പറഞ്ഞുകൊണ്ടാണ്, അവരുടെ തൊമ്മിയായിട്ട് നടക്കുന്ന ഒരു സ്വഭാവവിശേഷമാണ് മലയാളി കാണിക്കാറുള്ളത്. അല്ലാതെ ആരെങ്കിലും മസ്തിഷ്കം ഉപയോഗിച്ച് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവനെ ബുള്ളി ചെയ്യും, അവനെ വലിച്ചു കയറി ഒട്ടിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് മലയാളികൾക്കിടയിൽ. ചിന്തിക്കാൻ, അതായത് കക്ഷി രാഷ്ട്രീയത്തിലെ അറയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കരുത്. അത് ഒരു പാർട്ടിയും വ്യത്യസ്തമല്ല കാര്യത്തിൽ, അതല്ലേ മനസ്സിലാക്കുന്നത്. ഇപ്പം ഈ പുതിയ തലമുറയ്ക്ക് കക്ഷി രാഷ്ട്രീയം ഉണ്ടെന്ന് എനിക്ക് വലിയ വിശ്വാസമില്ല. അവര് അരാഷ്ട്രീയവാദികളാണ് കൂടുതൽ പേരും. കഴിഞ്ഞ തലമുറയിലെ കുറെ വൃദ്ധന്മാർ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ കക്ഷി രാഷ്ട്രീയം പോലും ഇപ്പം തെരഞ്ഞെടുപ്പുകളിലെങ്കിലും റിഫ്ലക്ട് ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യുന്ന ആ റിസൾട്ടുകളാണ് അവരുടെ മനസ്സിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളി അതിഭീകരമായ കാപട്യത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ 1977 തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രം ദേശീയ തരംഗത്തിനനുസരിച്ച് പോയപ്പോൾ മലയാളി മാറി നിന്നു എന്ന് പറയുന്നതിനെ ഞാനിപ്പോ തൊട്ടു മുമ്പ് പറഞ്ഞ കക്ഷി രാഷ്ട്രീയത്തിന്റെ ആ ടൂള് വെച്ചിട്ടൊന്ന് അപഗ്രഹിച്ചാൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ മുന്നണി അവിടെ ജയിച്ചു. അതൊന്ന് കോൺഗ്രസ് മുന്നണിയായി പോയി. കാരണം CPI കൂടുണ്ട്, മുസ്ലിം ലീഗ് കൂടുണ്ട്, അനവധി കേരള കോൺഗ്രസുകളുണ്ട്. അതുവരെ ഇടത് ഭരണം എന്ന് പറയുന്നത് സ്റ്റേബിളും ആയിരുന്നില്ല. അതില് തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് വിരുദ്ധ മുന്നണി പരാജയപ്പെട്ടതിന് കാരണം ജനം അടിയന്തരാവസ്ഥയെ വിശകലനം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞിട്ടല്ല, അടിയന്തരാവസ്ഥയെ അനുകൂലിച്ചിട്ടല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
അവിടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കക്ഷി രാഷ്ട്രീയത്തിനനുസരിച്ച് വോട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് രാജൻ കേസ് അല്ല, അത് പിന്നെ അശോക് പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു, പ്രത്യേകിച്ച് ഞങ്ങൾ ഓണാട്ടുകാരക്കാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയുണ്ട്. ബി ജി വർഗീസ്, ഇന്ത്യൻ എക്സ്പ്രസിന്റെ പിന്നെ എഡിറ്ററായ ബി ജി വർഗീസ് അന്ന് മാവേലിക്കരയിലെ കാൻഡിഡേറ്റ് ആണ്, സ്ഥാനാർത്ഥിയായിരുന്നു. EMS ബി ജി വർഗീസിനോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ സ്ഥാനാർത്ഥിയായത്? അപ്പൊ പറഞ്ഞു, അത് EMS ആണ് എന്നെ അവിടെ കൊണ്ടുപോയത്. അത് എങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഈ എമർജൻസി ആ സമയത്തുള്ള ഒരു സെമിനാറിൽ രണ്ടുപേരും സംസാരിച്ചു. അപ്പോൾ EMS ചോദിച്ചു, എന്തുകൊണ്ട് താങ്കൾ സംസാരിക്കുക മാത്രമല്ല പ്രവർത്തനവും കൂടി ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു ജേർണലിസ്റ്റാണ്, എനിക്ക് എഴുതാനും സംസാരിക്കാനൊക്കെ പറ്റുന്നുള്ളൂ, ഞങ്ങൾ അത് അങ്ങനെ ഒരു അവസരം തന്നാലോ, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാവേലിക്കര എത്തുന്നത്. പക്ഷെ അന്നേരം ഞാൻ പറയാനൊരു കാരണമുണ്ട്. അന്ന് മർത്തോമ സമുദായത്തിലെ തിരുമേനി, വലിയ തിരുമേനി യോഹന്നാൻ മർത്തോമ പാലിത്ത ഒരു ലെറ്റർ ഇന്ദിരാഗാന്ധിക്ക്, നെഹ്റുവിൻ്റെ മകൾക്ക് ഒരു ലെറ്റർ എഴുതി. അതായത് എമർജൻസിയിൽ ഞാൻ കേൾക്കുന്ന സംഗതികൾ ശരിയല്ല, അത് നിങ്ങൾക്ക് ചേർന്നതല്ല, കോൺഗ്രസിൻ്റെയും നെഹ്റുവിൻ്റെയും മകൾക്ക് അത് ശരിയല്ല എന്നുള്ള രീതിയിലൊരു ലെറ്റർ അയച്ചു. അത് മാവേലിക്കരയിൽ പ്രചരിപ്പിച്ചപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു, ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനൊരു സംഗതി വടക്കേന്ത്യയിൽ നടക്കുന്നുണ്ടെന്നും അത് ഒരു വലിയ തിരുമേനി, മർത്തോമ സമുദായത്തിലെ ഒരു വലിയ തിരുമേനി മനസ്സിലാക്കി അങ്ങനെ ഒരു ലെറ്റർ എഴുതി, അത് കള്ളമാണ്, കമ്മ്യൂണിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്ന കള്ളമാണെന്ന് മാവേലിക്കരയിൽ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു. ഞാനന്ന് ബിഷപ്പ് മോണിൽ പഠിക്കുകയാണ്, ലാസ്റ്റ് ഇയറിൽ. അപ്പൊ അങ്ങനെ ഒരു 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 നമ്മള് അതൊന്ന് ചെക്ക് ചെയ്താൽ, അല്ലെങ്കിൽ അത് അശോക് പറഞ്ഞ പോലെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് അതൊന്ന് വെരിഫൈ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ മാറി ചിന്തിച്ചേനെ. പക്ഷെ അത് ചെയ്യുന്നില്ല എന്നുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ദേശീയത. അതായത് നമ്മളത് വസ്തുതകളെ ശരിക്കും പഠിച്ച് ഒരു അഭിപ്രായം രൂപീകരിക്കുന്നതിൽ പരാജയപ്പെടുന്നു പലപ്പോഴും എന്ന് പറയേണ്ടി വരും, അല്ലേ? അത് അങ്ങനെ ഒരു ഞാനത് നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി മലയാളിക്ക് ഇല്ല. രാഷ്ട്രീയമായിട്ട് വളരെയധികം റിജിഡായി പോയി മലയാളികൾ ഇക്കാര്യത്തിൽ. ഇപ്പം തന്നെ അടുത്ത വെള്ളിയാഴ്ച കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വോട്ടുകളെല്ലാം ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആയിരിക്കും. ആരാർക്ക് വോട്ട് ചെയ്യുന്ന ഉള്ള കാര്യങ്ങളിൽ ഒരുപാട് തീരുമാനങ്ങളുണ്ടായി. എത്ര മലക്കമറിച്ചിൽ നടന്നാൽ പോലും അതിൻ്റെ അകത്ത് വലിയ വേരിയേഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. നമുക്കത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഈ അടിയന്തരാവസ്ഥയെ പറ്റി ചെറിയച്ഛൻ പറഞ്ഞ തിരുമേനി എഴുതിയ കത്ത് ഇവിടെ അത്ഭുതപ്പെടുത്തി എന്ന് പറയുമ്പോൾ, 77 തെരഞ്ഞെടുപ്പിലെ അടിയന്തരാവസ്ഥയെ പറ്റിയുള്ള പ്രചരണങ്ങൾ വളരെ വളരെ വീക്കായിരുന്നു. അതിനെപ്പറ്റി പിന്നീട് വളരെ ബഹളത്തോടു കൂടി പ്രചരണം ഉണ്ടായെന്ന് പറഞ്ഞാൽ രാജൻ കേസ് ഉണ്ടായപ്പോഴാണ്. രാജന്റെ കേസ് രാഷ്ട്രീയമായിട്ട് ഉയർത്തിക്കൊണ്ടു വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഇടാനുള്ള ഒരു മസാല മാത്രമായി അവസാനം അടിയന്തരാവസ്ഥ. നോർത്ത് ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുഭവത്തിൽ നിന്നാണ് ഇന്ദിരാഗാന്ധിയെ വോട്ടൗട്ട് ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. 80കളായപ്പോഴേക്കും ചിത്രം ഒരുപാട് വ്യത്യാസപ്പെട്ടു. CPI കോൺഗ്രസ് മുന്നണിയിൽ നിന്ന് പുറത്തു വന്നു. കുറേയധികം കേരള കോൺഗ്രസ് തുടങ്ങിയ ഞാഞ്ഞൽ പാർട്ടികളെല്ലാം കൂടി അവര് ഇടതുപക്ഷത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ LDF എന്ന് പറഞ്ഞ മുന്നണി ഉണ്ടായി. ഈ മുന്നണിക്ക് പിന്നീട് ഇടവിട്ട കാലങ്ങളിൽ രണ്ട് മുന്നണികളും മാറി മാറി ഭരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു ഭരണ സ്റ്റെബിലിറ്റി ഉണ്ടായി തുടങ്ങിയത്. അപ്പം 77 തെരഞ്ഞെടുപ്പിനെ നമുക്ക് ദേശീയതയായിട്ട് കൂട്ടിക്കെട്ടാനേ പറ്റില്ല. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളിക്ക് ദേശീയത ഇല്ലാതിരിക്കാനുള്ള കാര്യം എന്താണ്? കാരണം ദേശീയതയുടെ അനുഭവങ്ങളൊന്നും മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നേരത്തെ പറഞ്ഞ കൾച്ചറലായിട്ടില്ല, കലാപരമായിട്ടില്ല, ഭക്ഷണത്തിലില്ല, ഒന്നില്ല, ഒരു കാര്യത്തിൽ നമ്മളെല്ലാം വളരെ ഫ്ലെക്സിബിൾ ആണ്, എന്തിലേക്കും മാറും. അതാണ് അതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നൊരു കാര്യം.
പക്ഷേ നമ്മൾ ചരിത്രം നോക്കുമ്പോൾ VK കൃഷ്ണമേനോൻ, VP മേനോൻ, എന്തിനാ ഡൽഹി ഗാന്ധി എന്ന് പറയുന്ന കൃഷ്ണൻ നായർ, ഇങ്ങനെ കുറെ പേര് ദേശീയ ഡൽഹിയിൽ പോലും വന്നിട്ട് ആ സമയത്ത് വന്ന് തങ്ങളുടെ വ്യക്തിമുക്തി മുദ്ര പതിപ്പിച്ചവരാണെന്ന് പറയേണ്ടി വരും. കൃഷ്ണൻ നായരെ ഈയിടെയും ആരോ ഓർമ്മിക്കുകയും ഹിന്ദിയിൽ ആദ്യത്തെ ഡൽഹിയുടെ ചീഫ് എക്സിക്യൂട്ടീവ്, അന്ന് ചീഫ് മിനിസ്റ്റർ അല്ല, ചീഫ് എക്സിക്യൂട്ടീവ് ആണ്ട ആളാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്ഥാനമാനങ്ങൾ മോഹമില്ല. തന്റെ ശിഷ്യനെ ബ്രഹ്മപ്രകാശിനെ അദ്ദേഹം അതിനുവേണ്ടി നിയോഗിച്ചു. എന്നിട്ട് അതിനുശേഷം ബ്രഹ്മപ്രകാശിന്റെ ഒഫീഷ്യൽ വസതിയിലെ ഔട്ട് ഹൗസിൽ താമസിക്കുമായിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹത്തിന് വീടില്ലാഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി ഒരു ഒഫീഷ്യൽ ഒരു ചെറിയ ഫ്ലാറ്റ് അനുവദിച്ചു കൊടുത്തു. അങ്ങനെ ജീവിച്ച ത്യാഗികളായ മലയാളികളും ഉണ്ടായിരുന്നു. അവർക്ക് ദേശീയബോധം ഉണ്ടായിരുന്നു. അത് ശരിയാണ് ചെറിയ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം മലയാളിയെ സഖ്യന് പുറത്തോട്ട് എടുക്കണം. ഇവിടെ മലയാളികൾ ജോലി ചെയ്യത്തില്ല. അതായത് 40 ലക്ഷം അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ല. ഏതാണ്ട് 2500 കോടി രൂപയുടെ കാഷ്വൽ ലേബർ ഉള്ള ഒരു വർക്കാണ് നാഷണൽ ഹൈവേയിൽ നടക്കുന്നത്. മലയാളി ഇല്ലാഞ്ഞിട്ടല്ല UP-ക്കാർ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ വർക്ക് കൾച്ചർ അതല്ലാത്തത് കൊണ്ട് ആ പൈസയൊന്നും നമ്മൾ മേടിക്കുകയില്ല. അതേസമയം സഖ്യന് പുറത്ത് ചാടി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അറബിക്കടലിന് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പണിയും ചെയ്യും. അത് ഈ ഇവരുടെ സ്വിച്ച് ഓൺ ആകും. മലയാളിയുടെ സ്വിച്ച് ഓൺ ആകുന്നത് അങ്ങനെയാണ്. ശരിയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ പലരും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് 80കളിലൊക്കെ ഈ നേഴ്സുമാര്, നമ്മുടെ ചെറിയ കുട്ടി എന്താണ് യുവതികളായിട്ടുള്ള ആൾക്കാര് അവിടെ നിന്ന് ചെറിയ ട്രെയിനിങ് കിട്ടി ഭാഷ അറിഞ്ഞുകൂടാതെ ഇവിടെ എത്തും. എന്നാൽ ആ 80കളിലെ കേരള ശബ്ദത്തിലെ ഇടമറുകിന്റെ ഫീച്ചേഴ്സ് വരുമായിരുന്നു. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതായത് പലരും പല ചെറിയ നോർത്ത് ഇന്ത്യയിലെ ചെറിയ നഗരങ്ങളിൽ പോയി പണിയെടുത്തിട്ട് അവിടെ അവർക്ക് ഭാഷ വലിയാട്ട് പിടിയില്ല. അവര് ശരിക്കും ചൂഷണം ചെയ്യപ്പെടുകയായിരുന്നു. പൈസയുടെ കാര്യത്തിലാണെങ്കിലും ഫിസിക്കലായിട്ടും പലരെയും സെക്ഷലി അസാൾട്ട് കൊണ്ട് മരിച്ചിട്ടുണ്ട്. അത് മുഴുവനും ട്രാക്ക് ചെയ്തിട്ടുള്ള ആ സമയത്തെ ഇടമറുകിന്റെ ഡെസ്പാച്ചുകൾ നോക്കി. ഇടമറുക് ഒരു ആക്ടിവിസ്റ്റ് ജേർണലിസ്റ്റ് ആയിരുന്നുണ്ട്. അദ്ദേഹം അവിടെയൊക്കെ പോയി അതിനെപ്പറ്റി പോലീസുകാരോടൊക്കെ സംസാരിച്ചിട്ട് എഴുതുമായിരുന്നു. അപ്പൊ അതൊന്ന് കാണാൻ, ഇപ്പൊ ഞാൻ ഇന്നേ പറയുന്ന മലയാളി വളരെ ക്രൂരനായ ഒരു മനുഷ്യൻ കൂടിയാണ്. സ്വന്തം സഹോദരി മക്കളെ വെറും മറുനാട്ടിൽ അയച്ചിട്ട്, ഭാഷ പോലും അറിയാത്ത, സംസ്കാരം അറിയാത്ത ഒരു ഇടത്ത് അയച്ചിട്ട് അതൊരു നോർമൽ ജോലിക്ക് ഉള്ള ജോലി പോക്കായിട്ട്. ഇപ്പം ആടുജീവിതം അതല്ലേ കണ്ടത്. ഞാനത് പലയിടത്തും എഴുതി. ആടുജീവിതത്തിലെ നജീബിന് ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയുന്നെങ്കിൽ, പറയാൻ അറിഞ്ഞിരുന്നെങ്കിൽ അതൊക്കെ ആടുജീവിതം ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു ദേശീയത എന്ന് പറയുന്നത് ആ ലെവലിൽ പോലും നമ്മൾ കണക്കാക്കുന്നില്ല. അതായത് ഒരു കുടിയേറ്റം കൊണ്ട് ജീവിക്കുന്ന, കുടിയേറ്റം ഒരു ജീവിതശൈലിയാക്കിയ ആൾക്കാർക്ക് ഭാഷയെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കാൻ നേരാമുണ്ട്. മലയാളം അല്ലാതെ ഇംഗ്ലീഷോ ഹിന്ദി 2 ഭാഷ പഠിച്ചാൽ മതി. അവന്റെ ഈ കുടിയേറ്റക്കാരുടെ ജീവിതം വളരെ മെച്ചപ്പെടും. കാരണം വെച്ചാൽ അവർക്കിപ്പം ആടുജീവിതം നോക്കൂ, അവിടെ ചെന്നു ഇംഗ്ലീഷും ഹിന്ദിയും അറിഞ്ഞുകൂടെ 2 പേർക്കും. അങ്ങനെയാണ് വേറൊരു അറബി വന്ന് അവരെ കൊണ്ടുപോകുന്നത്. അപ്പൊ ആ ഒരു ചിന്ത എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? നമ്മൾ ഈ കുടിയേറ്റക്കാരാണ്, കുടിയേറ്റത്തെ വളരെ ഒരു രക്ഷപ്പെടൽ ആയിട്ട് കാണുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്ക് അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്യാൻ നമ്മൾ മടിക്കുന്നു. അതെന്തുകൊണ്ടാണ്? അതിനുള്ള കാരണം വളരെ 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 വ്യക്തമായിട്ടുള്ള, ആദ്യം ഇവിടെ ഒരൊറ്റ കാരണമേ കേരളത്തിലുള്ളൂ, രാഷ്ട്രീയ കാരണം മാത്രം. ഇപ്പം ചെറിയാച്ചൻ മിക്കവാറും ഇന്ന് ഈ പ്രോഗ്രാം കേൾക്കുന്നവരിൽ ആരെങ്കിലും കൊടുക്കും. അതായത് ചെറിയാച്ചൻ ഒരു വാക്ക് കയറി പറഞ്ഞു, ഹിന്ദി പഠിക്കേണ്ട ഭാഷയാണെന്ന് പറഞ്ഞു. സംഖ്യാകം വളരെ എളുപ്പമാണ്. കേരളത്തില് ഹിന്ദി പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യാകം വളരെ എളുപ്പമാണ്. പക്ഷെ 1950കളില്
എത്രയോ പേര് ഹിന്ദി പഠിച്ചിട്ട് കുടുംബം പോറ്റിയിട്ടുണ്ട്, ഹിന്ദി അധ്യാപകരായി, ഇല്ലേ? ഉണ്ട്. പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തില് ചെയ്യേണ്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിക്ക് ഒരു ഫിനിഷിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. പക്ഷേ കേരളത്തിൽ അത് ഓടാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദി ദേശീയതയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഷയാണ്. ഇവിടെ ദേശീയതയുടെ ഒരു കോയിൻസും ചെലവാകുകയല്ല. ഇവിടെ ദേശീയതയുടെ നാണയങ്ങൾ ചെലവാക്കാൻ വളരെ പ്രയാസമാണ്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഹിന്ദിയുടെ കാര്യം പറയുമ്പോൾ, ഭാഷയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നത്, എനിക്ക് മലയാളം സാഹിത്യത്തിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് എന്റെ മലയാളം ടീച്ചേഴ്സ് ഒക്കെ പറയും, എനിക്ക് ഇങ്ങനെ വായനയ്ക്കും മലയാളത്തിന്റെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ സംസ്കൃതം കൂടി പഠിക്കണം. സംസ്കൃതമാണ് മൂലഭാഷ. സംസ്കൃതം പഠിച്ചെങ്കിൽ ഹിന്ദി പറയാൻ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പൊ മലയാളം, നല്ല മലയാളം എഴുതണം, വായിക്കണം. മലയാളത്തിൽ ഒരു സാഹിത്യകാരനാണെങ്കിൽ സംസ്കൃതം പഠിക്കണമെന്ന് സ്കൂൾ മുതലേ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തില് ഹിന്ദിയോട് എന്തിനാണ് ഇത്ര വലിയ ഒരു ഹിന്ദി സംഖ്യഭാഷ? സംഖ്യകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇപ്പോൾ ജെഎൻയുവിലെ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരെ എന്തുകൊണ്ട് BJP-കാരും അല്ലെങ്കിൽ RSS-കാരെ വെറുക്കുന്നു? അവർ പറയുന്നത്, അവർക്ക് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കാലം വരെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൺട്രോൾ ചെയ്തിരുന്നു ദേശീയമായിട്ട്. അവിടെ ഈ ഇടതുപക്ഷക്കാർ ഒരിക്കലും, ഇപ്പം ജെഎൻയുവിന്റെ കാര്യം എടുക്കുക, അവിടെ ഒരിക്കലും ഒരു റൈറ്റ് വിങ് 1-2 പ്രൊഫസേഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. വേറെ ആർക്കും ഒരു സ്പേസ് പോലും കൊടുക്കത്തില്ലായിരുന്നു. അത്ര മാറ്റി നിർത്തിയിരുന്നു. അതിന്റെ വൈരാഗ്യമാണ് അവരിപ്പോൾ തീർക്കുന്നതെന്നാണ് പലരും പറയാറുണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെ നമ്മളൊരു സ്പേസ് കൊടുക്കണ്ടേ? നമ്മൾ അവരെ മനസ്സിലാക്കിയിട്ടല്ലേ അവരെ റിജക്ട് ചെയ്യേണ്ടത്. അല്ലാതെ പുറത്തു നിന്നോട്ട് അവരെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരെ എന്തുകൊണ്ട് കൊള്ളത്തില്ല എന്ന് നമ്മൾ അവരെ മനസ്സിലാക്കി അവരെ അനലൈസ് ചെയ്ത് മാറ്റി നിർത്തേണ്ട ആൾക്കാരല്ലേ അവര്.